നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവും തൃശൂരും ലക്ഷ്യം വെച്ച മുൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവോ തൃശൂരോ വേണമെന്നാണ് സുരേന്ദ്രന്റെ ആവശ്യം. കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്ന മണ്ഡലത്തിൽ മത്സരിക്കാനില്ല എന്നും സുരേന്ദ്രൻ പറയുകയാണ്. ഇപ്പോൾ മേഘ മാധവൻ ചേരുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി മേഘ, അതായത് ഒരു MLA സീറ്റ് മോഹിച്ചുകൊണ്ടാണ് സുരേന്ദ്രന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. മത്സരിക്കും എന്നുള്ളൊരു കാര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. തൃശ്ശൂരും വട്ടിയൂർക്കാവും വേണം, തോറ്റ മണ്ഡലങ്ങളോ അല്ലെങ്കിൽ ബി.ജെ.പിക്ക് വളക്കൂറില്ലാത്ത മണ്ഡലങ്ങളോ ആവശ്യമില്ല എന്ന് സുരേന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ്. എന്തൊക്കെയാണ് ഈ സുരേന്ദ്രന്റെ മോഹങ്ങൾ? ഭദ്ര, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെയും പുരോഗമിക്കുന്നതിനിടെയാണ് ബി.ജെ.പിയിലെ പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്നത് വലിയ ഈ സ്ഥാനാർത്ഥി ചർച്ചകൾ ബി.ജെ.പിയിൽ നടക്കുമ്പോൾ തന്നെ വലിയ തരത്തിലുള്ള അപസ്വരങ്ങളാണ് ഉയർന്നു വരുന്നത്. അത് ഏറ്റവും പ്രധാനം എന്നത് സുരേന്ദ്രന്റെ വാദങ്ങളാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും വലിയ തോൽവി ഏറ്റുവാങ്ങുന്ന മണ്ഡലങ്ങളിലാണ് ഈ സുരേന്ദ്രനെ പ്രതിഷ്ഠിച്ചത്. ഇത്തവണ ബലിയാടാവാൻ താനില്ല എന്ന് തന്നെയാണ് സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം വട്ടിയൂർക്കാവോ തൃശ്ശൂരോ തനിക്ക് വേണം എന്ന ആവശ്യം സുരേന്ദ്രൻ ഉന്നയിച്ചു എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. തൃശ്ശൂരിലായി ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാടായിരിക്കും സുരേന്ദ്രൻ മത്സരിക്കുക എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ കൂടിയാണ് ഇത്തരത്തിൽ വട്ടിയൂർക്കാവോ അല്ലെങ്കിൽ തൃശ്ശൂരോ തനിക്ക് വേണം എന്ന ആവശ്യവുമായി സുരേന്ദ്രപക്ഷം ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്നത്. അതിൽ നമുക്കറിയാം വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയെ തന്നെ മത്സരിപ്പിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. മേയർ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖരൻ മുൻപോട്ട് വെച്ചത് ആർ ശ്രീലേഖയായിരുന്നു. എന്നാൽ അത് മുരളീധര പക്ഷത്തിന്റെ ഒക്കെ തന്നെയും ഇടപെടൽ കൊണ്ട് അത് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് ആർ ശ്രീലേഖയ്ക്ക് നൽകും എന്ന തരത്തിൽ തന്നെ ചർച്ചകൾ ബി.ജെ.പിയിൽ പുരോഗമിക്കുന്നു. അതിന് തടയിട്ടുകൊണ്ടാണ് ഇപ്പോൾ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത്. തനിക്ക് വട്ടിയൂർക്കാവ് തൃശ്ശൂരോ മത്സരിക്കാൻ വേണം. പാലക്കാട് ഏതെങ്കിലും തരത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് പ്രശാന്ത് ശിവന് നൽകണം എന്നൊരാവശ്യം തന്നെയാണ് സുരേന്ദ്രപക്ഷൻ മുൻപോട്ട് വെക്കുന്നത്. എപ്പോഴും, അതായത് നമുക്കറിയാം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും വലിയ തോൽവികൾ സുരേന്ദ്രൻ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കൽപ്പറ്റ പോലെയുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി വെക്കുന്നു. അതിന് പിന്നാലെ വലിയ തോൽവി സുരേന്ദ്രൻ ഏറ്റുവാങ്ങുന്നു. അതൊക്കെ തന്നെയും തൻ്റെ മുൻപിൽ ഉള്ളതുകൊണ്ടാണ് ഇത്തവണയും ബലിയാടാവാൻ താൻ ഇല്ല എന്നൊരു പ്രതികരണവുമായി സുരേന്ദ്രപക്ഷം തുടക്കത്തിൽ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ വലിയ പ്രശ്നം ഈ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ മത്സരിക്കും. അതിന് പിന്നാലെ കഴക്കൂട്ടത്ത് മുരളീധരൻ മത്സരിക്കും. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് മത്സരിക്കും എന്ന തരത്തിലൊക്കെ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ആ തരത്തിൽ വാർത്തകൾക്കൊപ്പം തന്നെ പാലക്കാടാണ് സുരേന്ദ്രൻ മത്സരിക്കുക എന്നതുകൂടി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് പാടെ തള്ളുകയാണ് തുടക്കത്തിൽ തന്നെ സുരേന്ദ്രൻ. ഏതായാലും വലിയ പ്രശ്നം ഈ ബി.ജെ.പിയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നുവെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളി എന്ന് വലിയ തരത്തിൽ ബി.ജെ.പി. കോർ കപ്പ് യോഗത്തിൽ ചർച്ചയുണ്ടായിരുന്നു. ഇനി അമിത്ഷാ പങ്കെടുക്കുന്ന ഒരു യോഗം കൂടിയുണ്ട്, നേതൃയോഗം കൂടിയുണ്ട്. അതിൽ ഉൾപ്പെടെ ഈ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക തന്നെയാണ് സുരേന്ദ്രൻ തീരുമാനം. ഏതായാലും വലിയ തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ തന്നെ ബലിയാടാക്കൽ നടക്കില്ല എന്ന് തന്നെയാണ് സുരേന്ദ്രൻ പറയുന്നത്. ഏതായാലും വലിയ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ നടക്കുന്നത്. അതായത് സുരേന്ദ്രൻ മനസ്സിലാക്കുന്നു താൻ തഴയപ്പെടുന്നു, ഒരു ഭാഗത്തേക്ക് ഒതുക്കപ്പെടുന്നു എന്ന് സുരേന്ദ്രൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. മേഘ, ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് സി കൃഷ്ണകുമാറിൻ്റെതടക്കമുള്ള പാലക്കാട്ടെ ആ ചരടുവലികളും നീക്കങ്ങളുമൊക്കെ വലിയ രീതിയിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ബി.ജെ.പിക്ക് ഒരു വലിയ തോൽവി രുചിച്ചറിയേണ്ടി വന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം. മറ്റൊന്ന്, ഈ തൃശ്ശൂർ മുന്നോട്ട് വെക്കുന്നത് എന്തുകൊണ്ടാണ്? തൃശ്ശൂരിൽ എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ ഇത്തരത്തിൽ കണ്ണ് നട്ട് കാത്തിരിക്കുന്നത്? അവിടെ മറ്റത്തൂരടക്കം നമ്മൾ അതിന് സാക്ഷികളാണല്ലേ. കോൺഗ്രസിലെ കുറേ ആളുകൾ ബി.ജെ.പിയിലേക്ക് കൂറുമാറ്റം നടത്തുന്നു. അപ്പോൾ അത്തരത്തിൽ ചരടുവലികളൊക്കെ തൃശ്ശൂരിൽ നടത്താമെന്നൊരു വ്യാമോഹം കൂടി ഒരുപക്ഷെ സുരേന്ദ്രന്റെ മനസ്സിലുണ്ടായേക്കാം. ഭദ്ര, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വരവിനു പിന്നാലെ വലിയ തരത്തിലാണ്
മുരളീധര പക്ഷം ഒതുങ്ങിപ്പോയത് കേരളത്തിൽ. എവിടെ പലപ്പോഴായി മെയിൻ സ്ട്രീമിലൊക്കെ തന്നെയും പ്രത്യക്ഷപ്പെടുന്ന സുരേന്ദ്രൻ പിന്നീട് അതിൽ നിന്നൊക്കെ തന്നെയും മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കോഴിക്കോടായിരുന്നു സുരേന്ദ്രന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചുമതല നൽകിയത്. അവിടെ വലിയ വിജയം ഒരുപക്ഷെ BJPക്ക് നൽകാൻ സാധിച്ചില്ല. അതൊക്കെ തന്നെയും സുരേന്ദ്രന്റെ ഭാഗത്തായി ഈ പാർട്ടി BJP കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ തന്നെ ഒതുക്കി മുൻപോട്ട് പോകാമെന്ന് പാർട്ടി കരുതേണ്ട എന്നൊരു നിലയിലേക്ക് ഈ സുരേന്ദ്ര പക്ഷം മാറുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഉൾപ്പെടെ വലിയ വിജയം നൽകിയ ഒരു സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് പോയാൽ അവിടെ വിജയം സ്വന്തമാക്കാം, തൃശ്ശൂർ ജില്ലയിലേക്ക് പോയാൽ അവിടെ വിജയിക്കാം എന്നൊരു കാര്യം ഈ സുരേന്ദ്രൻ മുൻപോട്ട് വെക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റത്തൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും മുൻപിലുണ്ട്. BJPക്ക് ഏതെങ്കിലും തരത്തിൽ സാധ്യതയുണ്ടെങ്കിൽ അത് തൃശ്ശൂരാണ് എന്ന ചർച്ച ഉൾപ്പെടെ BJPയിലുണ്ട് എന്നതാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ മത്സരിക്കാമെന്നൊരു കാര്യം ഇപ്പോൾ സുരേന്ദ്രൻ മുൻപോട്ട് വെക്കുന്നത്. അത് വരും സമയങ്ങളിൽ അത് തങ്ങൾക്ക് ഗുണം ചെയ്തേക്കാം എന്നൊരു പ്രതീക്ഷയുടെ പുറത്ത് മാത്രമാണ് സുരേന്ദ്രപക്ഷം ഇപ്പോൾ തൃശ്ശൂരോ വട്ടിയൂർക്കാവോ വേണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ ഏത് രീതിയിലാണ് അത് പരിഗണിക്കുന്നത് എന്നതാണ് ഇനി വരും സമയങ്ങളിൽ നോക്കിക്കാണേണ്ടത്. ഏതായാലും തുടക്കത്തിൽ തന്നെ ഈ ചർച്ചകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയും പ്രശ്നവുമാണ് ഈ BJPയുടെ നേതൃനിരയിൽ തന്നെ ഉണ്ടാകുന്നത്. ഭദ്ര.